അയത്തുള്ള അലി ഖമേനിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിമാനം മഷഹാദിലേക്ക് പറന്നപ്പോൾ ആകാശത്ത് അസാധാരണവും നാടകീയവുമായ ഒരു ദൃശ്യമാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ഇറാന്റെ വ്യോമസേനയുടെ കരുത്ത് വിളിച്ചോതുന്ന അത്യാധുനിക ആയുധങ്ങൾ സജ്ജമാക്കിയ MiG-29 യുദ്ധവിമാനങ്ങളാണ് ഈ അന്ത്യയാത്രയ്ക്ക് അകമ്പടി സേവിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര സൈനിക ചർച്ചകൾക്ക് വഴി തുറന്നിട്ട ഈ വ്യോമ പ്രകടനം വെറുമൊരു ഔദ്യോഗിക ആദരവ് പ്രകടിപ്പിക്കൽ മാത്രമായിരുന്നില്ല. തങ്ങളുടെ പരമോന്നത നേതാവിനോടുള്ള ആദരവിനൊപ്പം ആഗോള ശക്തികൾക്ക് മുന്നിൽ ഇറാന്റെ സൈനിക പ്രതിരോധ ശേഷി പരസ്യമായി പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയായും ടെഹ്റാൻ ഇതിനെ മാറ്റിത്തീർത്തു. ഈ വിലാപയാത്രാ വിമാനത്തിന് അകമ്പടി പോയ ഇറാനിയൻ MiG-29 വിമാനങ്ങളിൽ മാരക പ്രഹരശേഷിയുള്ള R-73 മിസൈലുകൾ ഘടിപ്പിച്ചിരുന്നുവെന്നത് ലോകമെമ്പാടുമുള്ള പ്രതിരോധ നിരീക്ഷകരുടെ ശ്രദ്ധ കവർന്നു. വ്യോമാതിർത്തിക്കുള്ളിലെ അപ്രതീക്ഷിത വെല്ലുവിളികളെ നിമിഷങ്ങൾക്കകം തകർക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ പ്രദർശിപ്പിച്ചതിലൂടെ ഏത് തരത്തിലുള്ള ആക്രമണത്തെയും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ നൽകിയത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ കടുത്ത സംഘർഷം സാധ്യത നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ സൈനികമായ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്ന് വ്യക്തമാക്കാൻ ഇറാൻ ഈ സന്ദർഭം കൃത്യമായി വിനിയോഗിച്ചു. പതിറ്റാണ്ടുകളായി തുടരുന്ന കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ വ്യോമസേനാ വ്യൂഹം ഇപ്പോഴും പൂർണ്ണ സജ്ജമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ഈ റഡാർ ദൃശ്യങ്ങളുടെ പ്രധാന ലക്ഷ്യം. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ വിലക്കുകൾ കാരണം ഇറാന്റെ വ്യോമ പ്രതിരോധ മേഖല ദുർബലമാണെന്ന ആഗോള വിലയിരുത്തലുകളെ ഈ ദൃശ്യങ്ങൾ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. അതേസമയം റഷ്യയുമായി ഇറാൻ പുലർത്തുന്ന പുതിയ സൈനിക പങ്കാളിത്തത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു ഈ വിമാനങ്ങളുടെ സാന്നിധ്യം. ഇറാന്റെ വ്യോമസേനയെ ആധുനികവൽക്കരിക്കുന്നതിൽ റഷ്യ നൽകുന്ന പിന്തുണയും ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന തന്ത്രപരമായ കൂട്ടുകെട്ടും ഈ വ്യോമ പ്രദർശനത്തിന് പിന്നിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. ഖമേനിയുടെ വിടവാങ്ങലിന് ശേഷമുള്ള ഒരു പുതിയ രാഷ്ട്രീയ ക്രമത്തിലേക്ക് രാജ്യം കടക്കുമ്പോഴും ആഭ്യന്തരവും ബാഹ്യവുമായ ഒരു സുരക്ഷാ ഭീഷണിയും തങ്ങളെ ബാധിക്കില്ലെന്ന് ഇറാൻ ജനതയ്ക്കും ശത്രുക്കൾക്കും ഒരുപോലെ കാണിച്ചു കൊടുക്കാൻ ഈ അകമ്പടി സേവിക്കലിന് കഴിഞ്ഞു. വിമാനത്തിന്റെ ജനാലകളിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന മിസൈൽ സഹിതമുള്ള യുദ്ധവിമാനങ്ങളുടെ ദൃശ്യങ്ങൾ വലിയ തോതിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. നയതന്ത്ര തലത്തിൽ ഈ വ്യോമ പ്രകടനം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. തങ്ങളുടെ വ്യോമാതിർത്തികൾ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്ന അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആകാശക്കരുത്ത് ഏത് നിമിഷവും സജീവമാണെന്ന ഓർമ്മപ്പെടുത്തലായി ഇത് മാറി. വിലാപയാത്ര നടന്ന റൂട്ടിന് സമീപമുള്ള രാജ്യങ്ങളിലെ പ്രതിരോധ സംവിധാനങ്ങൾ ഈ നീക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിച്ചത്. ഈ MiG-29 വിമാനങ്ങളുടെ വ്യോമ പ്രകടനം കേവലം ഒരു ആചാരപരമായ ചടങ്ങായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ സൈനിക ആധുനികവൽക്കരണത്തിന്റെ തുടക്കമായിരുന്നു. യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ സ്വന്തമായി ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ തങ്ങൾ വികസിപ്പിച്ചെടുത്തതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ പക്കലുള്ള വിമാനങ്ങൾ പറക്കാനാകാത്ത വിധം തകരാറിലാണെന്നായിരുന്നു പല പാശ്ചാത്യ പ്രതിരോധ ഏജൻസികളുടെയും കണക്കുകൂട്ടൽ. എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഖമേനിയുടെ ഭൗതിക ശരീരത്തിന് മുകളിലൂടെയുള്ള ഈ വിമാനങ്ങളുടെ വട്ടമിട്ട് പറക്കൽ. സുരക്ഷാ മുൻകരുതലുകൾ ഏറ്റവും ഉയർന്ന നിലയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ആകാശ പ്രദർശനം സംഘടിപ്പിച്ചത് ഇറാന്റെ സൈനിക ആസൂത്രണ മികവിനെയാണ് കാണിക്കുന്നത്. ഈ ആകാശ ദൃശ്യം ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. പുതിയൊരു നേതൃത്വത്തിലേക്ക് രാജ്യം മാറുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാനിടയുള്ള ആശങ്കകളെ ഇല്ലാതാക്കാൻ ഇത്തരം സൈനിക പ്രകടനങ്ങൾക്ക് സാധിക്കും. തങ്ങളുടെ പരമോന്നത നേതാവിന് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക ബഹുമതിയാണ് വ്യോമസേന ഇതിലൂടെ സമർപ്പിച്ചത്. വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളുടെ സൂചനയായും ഇതിനെ കാണാം. റഷ്യയുമായുള്ള ഇറാന്റെ പ്രതിരോധ കരാറുകൾ കൂടുതൽ ശക്തമാകുന്നതോടെ മേഖലയിലെ അമേരിക്കൻ സ്വാധീനം കുറയ്ക്കാനാണ് ടെഹ്റാൻ ശ്രമിക്കുന്നത്. തങ്ങളുടെ വ്യോമസേനയെ പൂർണ്ണമായും നവീകരിക്കാൻ ഇറാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് നിലവിലുള്ള വിമാനങ്ങളുടെ ഈ സജീവ സാന്നിധ്യം. ഇറാന്റെ MiG-29 വിമാനങ്ങളിൽ ഘടിപ്പിച്ചിരുന്ന R-73 മിസൈലുകൾ ശബ്ദവേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ച് ശത്രു വിമാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ളവയാണ്. ഈ മിസൈലുകളുടെ സാന്നിധ്യം വിലാപയാത്രയ്ക്ക് ഒരു യുദ്ധകാല ജാഗ്രതയുടെ പ്രതീതി നൽകി. ശത്രു രാജ്യങ്ങളുടെ നിരീക്ഷണ വിമാനങ്ങളോ ഡ്രോണുകളോ വിലാപയാത്രയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകാതിരിക്കാൻ കൂടിയായിരുന്നു ഈ മുൻകരുതൽ. മഷഹാദിലെ വിമാനത്താവളത്തിൽ ഭൗതിക ശരീരം എത്തുന്നതുവരെ ഈ വിമാനങ്ങൾ ആകാശത്ത് കാവലായി തുടർന്നു.
ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക കമ്പടിയോടെയുള്ള അന്ത്യയാത്രകളിലൊന്നായി ഇത് മാറി. ഈ ദൃശ്യങ്ങൾ വരും തലമുറകൾക്ക് ഇറാന്റെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി ഓർമ്മിപ്പിക്കപ്പെടും. പാശ്ചാത്യ രാജ്യങ്ങൾ ഈ വ്യോമ പ്രകടനത്തെ വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാന്റെ വ്യോമ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള തങ്ങളുടെ പഴയ വിലയിരുത്തലുകൾ പുതുക്കാൻ നാറ്റോ സഖ്യകക്ഷികൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഇറാൻ ഇപ്പോഴും ഒരു ശക്തമായ സൈനിക ശക്തിയായി നിലകൊള്ളുന്നു എന്ന യാഥാർത്ഥ്യം അവർക്ക് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. റഷ്യയിൽ നിന്നുള്ള പുതിയ യുദ്ധവിമാനങ്ങളുടെ വരവ് കാത്തിരിക്കുന്ന ഇറാൻ തങ്ങളുടെ കൈവശമുള്ള റഷ്യൻ നിർമ്മിത വിമാനങ്ങൾ തന്നെയാണ് ഈ പ്രകടനത്തിന് ഉപയോഗിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. ഇത് റഷ്യയോടുള്ള തങ്ങളുടെ നന്ദി പ്രകാശനവും ഒപ്പം ഭാവിയിലെ വലിയ പങ്കാളിത്തത്തിന്റെ പ്രഖ്യാപനവുമാണ്. മഷഹാദിലെ ആകാശത്ത് മിഗ് വിമാനങ്ങൾ തീർത്ത ആ പ്രതിരോധ വലയം ഇറാന്റെ വ്യോമശക്തിയുടെ പുനർജനിയുടെ പ്രഖ്യാപനമാണ്. വരും കാലങ്ങളിൽ കൂടുതൽ ആധുനികമായ വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകുന്നതോടെ മേഖലയിലെ ഏറ്റവും വലിയ വ്യോമശക്തിയായി ഇറാൻ മാറുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഖമേനിയുടെ അന്ത്യയാത്രയെ ഒരു തന്ത്രപരമായ സൈനിക വിജയമാക്കി മാറ്റാൻ കഴിഞ്ഞതിലൂടെ ഇറാൻ തങ്ങളുടെ ആഗോള സ്ഥാനം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. ഈ ആകാശ ദൃശ്യം വരും കാലങ്ങളിലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെയും സൈനിക മേഖലയിലെയും ഒരു പ്രധാന ചർച്ചാ വിഷയമായി നിലനിൽക്കുമെന്നതിൽ തർക്കമില്ല.